നമ്മൾ പ്രോട്ടോകോൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനം പ്രധാനമന്ത്രിക്കും മുകളിലാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും ഇന്ന് ഇന്ത്യയിൽ യാതൊരു സുരക്ഷയുമില്ല. അദ്ദേഹം ജാതീയവും വംശീയവുമായ അവഹേളനത്തിന് ഇരയായി. കായികമായ അക്രമത്തിനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇരയായത്. അക്രമം നടത്തിയത് സവർണഭ്രാന്തനായ ഒരു സംഘപരിവാറുകാരനാണ്. ഷൂയേറ് കൊണ്ടത് ഒരു വ്യക്തിക്കല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിനാണ്. ഒക്ടോബർ 6 രാജ്യചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിനങ്ങളിലൊന്ന്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോടതിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. രാകേഷ് കിഷോർ എന്ന സംഘപരിവാർ അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസ് BR ഗവായ്ക്കെതിരെ ഷൂ എറിഞ്ഞു. BR ഗവായ് ദളിതനാണ്. വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ BR ഗവായ് ശബ്ദിച്ചു എന്നതായിരുന്നു കുറ്റം. ഷൂ എറിഞ്ഞ അക്രമി അലറി വിളിച്ചു, താങ്കൾ സനാതനധർമ്മത്തെ അവഹേളിച്ചു. അക്ഷോഭ്യനായ ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചതിങ്ങനെ, ഇതൊന്നും എന്നെ ബാധിക്കില്ല. രാകേഷ് കിഷോർ എന്ന 71-കാരൻ ലക്ഷണമൊത്ത സംഘപരിവാറുകാരനാണ്. ഇന്ന് ജാതിവെറിയോടെ ഷൂ എറിയുന്ന സംഘപരിവാറുകാരന്റെ മുൻഗാമികളുടെ ചരിത്രത്തിലും ഷൂവിന് നിർണായക സ്ഥാനമുണ്ട്. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ യൗവനകാലം. രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അംബേദ്കർ ബറോഡയിലെ പ്രതിരോധ വകുപ്പിൽ മിലിറ്ററി സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന കാലം. ഒരിക്കലൊരു പ്യൂൺ അംബേദ്കർക്കെതിരെ ഫയലുകൾ വാരിയെറിഞ്ഞു. കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെതിരെ എന്തിനാണ് ഫയലുകൾ എറിഞ്ഞത്? ഇതായിരുന്നു ആ പ്യൂണിന്റെ മറുപടി. നീ ഒരു ദളിതനാണ്, ഞാൻ ഒരു ഉയർന്ന ജാതിക്കാരനാണ്, ചോദ്യം ചോദിക്കേണ്ട, മാറി നിൽക്കൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പതിറ്റാണ്ടുകൾ പലതും കഴിഞ്ഞു. പക്ഷേ രാജ്യത്തെ പലയിടത്തും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടില്ല. BJP ഭരണത്തിന് കീഴിൽ രാജ്യം അതിവേഗം ചാതുർവർണ്ണയത്തിലേക്ക് മടങ്ങുകയാണ്. ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിഞ്ഞ രാകേഷ് കിഷോർ ലക്ഷണമൊത്ത സംഘപരിവാറുകാരനാണ്. എല്ലാറ്റിന്റെയും തുടക്കം സുപ്രീം കോടതിയിൽ രാകേഷ് കിഷോർ സമർപ്പിച്ച ഒരു പൊതു താൽപര്യ ഹർജിയിൽ നിന്നായിരുന്നു. ഖജുരാഹോ ക്ഷേത്രത്തിൽ വിഷ്ണുവിന്റെ ഒരു വിഗ്രഹം സ്ഥാപിക്കണം എന്നതായിരുന്നു രാകേഷ് കിഷോറിന്റെ ആവശ്യം. ഇതിൽ സുപ്രീം കോടതിക്ക് എന്ത് കാര്യം? പബ്ലിസിറ്റി മാത്രമായിരുന്നു രാകേഷ് കിഷോറിന്റെ ലക്ഷ്യം. രാകേഷ് കിഷോറിന്റെ ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് BR ഗവായ് നടത്തിയ പരാമർശം ഇങ്ങനെ, ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയുക. വലിയ ശിവഭക്തനാണെന്നല്ലേ താങ്കൾ പറയുന്നത്? ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ നേരിട്ട് ഇടപെടുക. ഈ പരാമർശം ഹിന്ദു സനാതന ധർമ്മവിരുദ്ധം എന്നാരോപിച്ചാണ് രാകേഷ് കിഷോർ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എറിഞ്ഞത്. ഈ ദളിത് വിരുദ്ധ ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘപരിവാറുകാർ അഴിഞ്ഞാടി. മോദി ഭരണത്തിന് കീഴിൽ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിന്റെ സൂചനയാണ് ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള ചിരിപ്പേറ്.